അമ്മമാരുടെ രണ്ട് കാലിലും ചന്ദനം തൊടുക. മന്ത്രം ചൊല്ലിക്കൊണ്ട് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് പറഞ്ഞ് ചന്ദനം തൊടുക. ആ ചന്ദനത്തിന്റെ മുകളിലായിട്ട് കുങ്കുമം തൊടുക. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീ രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. കുങ്കുമം തൊടുക. ഇനി നമ്മള് മഹാലക്ഷ്മി അഷ്ടോത്തരി ചൊല്ലിക്കൊണ്ട് അമ്മയുടെ കാലിൽ ഓരോ പുഷ്പങ്ങളായിട്ട് അർച്ചന ചെയ്യണം. ഞാൻ ഓരോ മന്ത്രം പറഞ്ഞു തരുമ്പോഴും നിങ്ങൾ ഓം ശ്രീം ലക്ഷ്മി ദേവി നമ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ആ അർച്ചന ചെയ്യേണ്ടുന്നത്. ഓം സർവഭൂതഹിതപ്രദായൈ നമ. ഓം ശ്രദ്ധായൈ നമ. ഓം വിഭൂത്യൈ നമ. ഓം സുരഭ്യൈ നമ. ഓം പരമാത്മികായൈ നമ. ഓം വാചേ നമ. ഓം പത്മാലയായൈ നമ. ഓം പത്മായൈ നമ. ഓം ശുചയേ നമ. ഓം സ്വാഹായൈ നമ. ഓം സുധായൈ നമ. ഓം ധന്യായൈ നമ. ഓം ഹിരണ്മയൈ നമ. ഓം ലക്ഷ്മ്യൈ നമ. ഓം നിത്യപുഷ്ടായൈ നമ. ഓം വിഭാവര്യൈ നമ. ഓം ആദിത്യൈ നമ. ഓം ദിത്യൈ നമ. ഓം ദീപ്തായൈ നമ. ഓം വസുധായൈ നമ. ഓം വസുധാരണ്യൈ നമ. ഓം കമലായൈ നമ. ഓം കാന്തായൈ നമ. ഓം കാമാക്ഷി നമ. ഓം ക്രോധസംഭവായൈ നമ. ഓം അനുഗ്രഹപ്രദായൈ നമ. ഓം ബുദ്ധി നമ. ഓം അനഘായൈ നമ. ഓം ഹരിവല്ലഭായൈ നമ. ഓം അശോകായൈ നമ. ഓം അമൃതായൈ നമ. ഓം ദീപ്തായൈ നമ. ഓം ലോകശോകവിനാശിന്യേ നമ. ഓം ധർമ്മനിലയായൈ നമ. ഓം കരുണായൈ നമ. ഓം ലോകമാത്രേ നമ. ഓം പത്മപ്രിയായൈ നമ. ഓം പത്മഹസ്തായൈ നമ. ഓം പത്മാക്ഷി നമ. ഓം പത്മസുന്ദര്यै നമ. ഓം പത്മോദ്ഭവായൈ നമ. ഓം പത്മമുഖിയൈ നമ. ഓം പത്മനാഭപ്രിയായൈ നമ. ഓം രമായൈ നമ. ഓം പത്മമാലാധരായൈ നമ. ഓം ദേവ്യൈ നമ. ഓം പത്മിന്യൈ നമ. ഓം പത്മഗന്ധിന്യൈ നമ. ഓം പുണ്യഗന്ധായൈ നമ. ഓം സുപ്രസന്നായൈ നമ. ഓം പ്രസാദാഭിമുഖിയൈ നമ. ഓം പ്രഭായൈ നമ. ഓം ചന്ദ്രവദനായൈ നമ. ഓം ചന്ദ്രായൈ നമ. ഓം ചന്ദ്രസഹോദര്यै നമ. ഓം ചതുർഭുജായൈ നമ. ഓം ചന്ദ്രരൂപായൈ നമ. ഓം ഇന്ദിരായൈ നമ. ഓം ഇന്ദുശീതളായൈ നമ. ഓം ആഹ്ലാദജനന്യൈ നമ. ഓം പുഷ്ട്യൈ നമ. ഓം ശിവായൈ നമ. ഓം ശിവങ്കര്यै നമ. ഓം സതിയൈ നമ. ഓം വിമലായൈ നമ. ഓം വിശ്വജനന്യൈ നമ. ഓം തുഷ്ട്യൈ നമ.
ഓം ദാരിദ്ര്യനാശിന്യൈ നമഃ. ഓം പ്രീതിപുഷ്കരണ്യൈ നമഃ. ഓം ശാന്തായൈ നമഃ. ഓം ശുക്ലമാല്യാംബരായൈ നമഃ. ഓം ശ്രിയൈ നമഃ. ഓം ഭാസ്കര്यै നമഃ. ഓം ബില്വനിലയായൈ നമഃ. ഓം വരാരോഹായൈ നമഃ. ഓം യശസ്വിന്യൈ നമഃ. ഓം വസുന്ധരായൈ നമഃ. ഓം ഉദാരാംഗായൈ നമഃ. ഓം ഹരിണ്യൈ നമഃ. ഓം ഹേമമാലിന്യൈ നമഃ. ഓം ധനധാന്യകരിയൈ നമഃ. ഓം സിദ്ധ്യൈ നമഃ. ഓം സ്ത്രൈണ സൗമ്യായൈ നമഃ. ഓം ശുഭപ്രദായൈ നമഃ. ഓം നൃപവേശ്മഗദാനന്ദായൈ നമഃ. ഓം വരലക്ഷ്മ്യൈ നമഃ. ഓം വസുപ്രദായൈ നമഃ. ഓം ശുഭായൈ നമഃ. ഓം ഹിരണ്യപ്രാകാരായൈ നമഃ. ഓം സമുദ്രതനയായൈ നമഃ. ഓം ജയായൈ നമഃ. ഓം മംഗളാദേവ്യൈ നമഃ. ഓം വിഷ്ണുവക്ഷസ്ഥലസ്ഥിതായൈ നമഃ. ഓം വിഷ്ണുപത്ന്യൈ നമഃ. ഓം പ്രസന്നാക്ഷ്यै നമഃ. ഓം നാരായണ സമാശ്രിതായൈ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യൈ നമഃ. ഓം ദേവ്യൈ നമഃ. ഓം സർവ ഉപദ്രവവാരിണ്യൈ നമഃ. ഓം നവദുർഗായൈ നമഃ. ഓം മഹാകാളിയൈ നമഃ. ഓം ബ്രഹ്മവിഷ്ണു ശിവാത്മികായൈ നമഃ. ഓം ത്രികാലജ്ഞാനസമ്പന്നായൈ നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ഭുവനേശ്വര്यै നമഃ. ഓം ശ്രീ മഹാലക്ഷ്മ്യൈ 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 നമഃ. ഓം യാ ദേവീ സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ഇനി നമ്മള് അമ്മമാരെ ആരതി ഒഴിയുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് അമ്മയ്ക്ക് ആരതി ഒഴിയും. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറഞ്ഞ് ഒന്ന്. പിന്നെ യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറഞ്ഞ് കേട്ടോ. ഇത് രണ്ടും പറഞ്ഞ് ഒഴിയുക. ആ ഒഴിയുന്ന ആട് മാത്രമേ എഴുന്നേക്കാവൂ, ബാക്കിയുള്ളവർ അവിടെ ഇരുന്നോളൂ. അപ്പൊ ചേട്ടൻ എഴുന്നേറ്റോ ആദ്യമേ. ഓം പാദത്തീന്ന് ശിരസിലോട്ട് പോട്ടെ. പാദത്തീന്ന് ശിരസ് വരെ പോണം. ഓം യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ചേട്ടൻ അടുത്ത ആളിന് കൊടുത്താട്ടം. അടുത്ത ആൾ എഴുതിട്ട് ചേട്ടൻ അവിടെ ഇരുന്നോളും. ഓം യാ ദേവി സർവഭൂതേഷു
മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അടുത്ത ആണ്ട് കൊടുത്തിട്ട് അവിടെ ഇരുന്നോളൂ. മോൻ എഴുന്നേറ്റാട്ട് അമ്മ നിങ്ങളെല്ലാവരും ഓം ശ്രീ ലക്ഷ്മി ദേവി എന്ന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ആരും കണ്ണു തുറക്കല്ലേ. മോൻ ഒഴിഞ്ഞാട്ട് താഴെയാണ് അമ്മയുടെ പാദം മുതൽ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അടുത്ത അന്ന് കൊടുത്തിട്ട് മോനിരുന്നാട്ട് താഴേന്ന് മൂല പാദം മുതൽ കിഴപ്പോട്ട്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. പാദം മുതൽ മേപ്പോട്ട് കഴിഞ്ഞാട്ട് മുളർ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അർത്ഥം കൊടുക്കാം. ഓം യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അവിടെ ഇരുന്നാട്ട് നീരാജനീന്ന് തിരുവനിക്ക് കൊടുത്താട്ട്. ഇനിയും അമ്മമാരുടെ പാദങ്ങള് പതുക്കെ ആ തളികയിൽ നിന്ന് മാറ്റിക്കാട്ട്. മാറ്റിയിട്ട് നിലത്ത് ഉറപ്പിച്ച് വെച്ചാട്ട്. ആ തളികയും പൂവങ്ങ് മാറ്റിക്കോളൂ. എന്നിട്ട് നിലത്ത് ഉറപ്പിച്ച് വെക്കും. അത് ദൂരോട്ട് മാറ്റി വെച്ചോളും. ഇനിയും അമ്മമാര് തളികയിൽ നിന്നും മാറ്റിക്കാട്ട്. കാല് മാറ്റിക്കാട്ട് തളികയിൽ നിന്നും. പൂവെല്ലാം ദൂരേക്ക് മാറ്റി വെക്കണം കേട്ടോ. പൂവും ആ തളിക എല്ലാം ദൂരോട്ട് മാറ്റി വെക്കണം. നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ളതാണ് അമ്മമാര്. അപ്പൊ അതിനുള്ള സംവിധാനം ഒരുക്കുക. അമ്മമാരെ നമസ്കരിക്കത്തക്ക രീതിയിൽ മറ്റൊരില്ലേ. ഇനിയും അമ്മമാരുടെ പാദങ്ങൾ നമസ്കരിച്ചാട്ടം. അമ്മയുടെ പാദങ്ങൾ നമസ്കരിച്ചാട്ട് മക്കളെ ആ കുഞ്ഞിനൊന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയണം, അമ്മയെ അറിഞ്ഞോ അറിയാതെ കണ്ടോ അമ്മയെ വേദനിപ്പിച്ചിട്ടുള്ളതല്ല. അമ്മയുടെ അന്തരാത്മാവ് പുറത്ത് ആ ഭഗവതി എന്നെ അനുഗ്രഹിക്കണമേ. ഒരു ദോഷവും സംഭവിക്കല്ലേ. അമ്മയെ ഏതെല്ലാം രീതിയിൽ അമ്മയോട് ഞാൻ മനസ്സ് മുഴിഞ്ഞോ മുഖം കറുത്തോ ഒക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം
അമ്മയുടെ അന്തരാത്മാവാകുന്ന ഭഗവതി പൊറുക്കണേ എന്നോട് എന്നിങ്ങനൊന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് എഴുന്നേറ്റാട്ട. അമ്മമാരെ എഴുന്നേറ്റ് നിന്നേ, എഴുന്നേറ്റ് നിന്നേ. മക്കൾ അങ്ങോട്ട് ചെന്ന് എഴുന്നേറ്റ്. മക്കളെല്ലാം എഴുന്നേറ്റാട്ട, മക്കളെല്ലാം എഴുന്നേറ്റാട്ട. അമ്മമാരെ കെട്ടിപ്പിടിച്ചാട്ട, കെട്ടിപ്പിടിക്കാം, നല്ലവണ്ണം കെട്ടിപ്പിടിക്കാം. എന്നിട്ട് പറയൂ, അമ്മേ എനിക്ക് വേണ്ടി നിങ്ങൾ അനുഭവിച്ച ത്യാഗമെല്ലാം ശരിക്കും കെട്ടിപ്പിടിക്കും. മക്കളെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയൂ, അമ്മേ എനിക്ക് വേണ്ടി അമ്മ അനുഭവിച്ചിട്ടുള്ള ത്യാഗമെല്ലാം എന്റെ മനസ്സിലുണ്ട് അമ്മേ. ഒരുപാട് സ്നേഹവും ബഹുമാനവുമാണ് അമ്മയോട്. അമ്മ ചെയ്തിരിക്കുന്നതായ ആ ത്യാഗത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ വിചാരിച്ചാൽ പറ്റത്തില്ലമ്മേ. അത്രയ്ക്കും ത്യാഗമൂർത്തിയാണ് അമ്മ എന്ന് എനിക്കറിയാം. എങ്കിലും എന്നിൽ നിന്നും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ അതെല്ലാം പോലെ തന്നെ അനുഗ്രഹിക്കണേ. ഒത്തിരി ഇഷ്ടമാണ് അമ്മ എനിക്ക്. അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്, ബഹുമാനമാണ് അമ്മേ. ഒരു ഉമ്മ കൊടുത്തേ, അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുത്തേ. ഇനി അമ്മമാരും മക്കൾക്കൊരു ഉമ്മ കൊടുത്തേ. എന്നിട്ട് പറഞ്ഞേ, മോളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് മോക്കളെ നിന്നെ, ഒത്തിരി ഇഷ്ടമാണ്, ഒരുപാട് മനസ്സിനകത്ത് സ്നേഹമുണ്ട് മോളെ. നിനക്ക് എപ്പോഴും ദൈവം കൂടെ ഉണ്ടാകും. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. നിനക്ക് നിന്റെ സന്താനങ്ങൾക്കും ഒക്കെ നല്ലതേ വരുത്തുള്ളൂ. അമ്മ എപ്പോഴും അതിനുവേണ്ടി അല്ലയോ പ്രാർത്ഥിക്കുന്നേ മോളെ. ഒരുപാട് സ്നേഹമാ, ഒത്തിരി ഒത്തിരി സ്നേഹമാ. പിന്നെ അമ്മ വഴക്ക് പറയുന്നത് മോളെ നല്ലതിനു വേണ്ടി അല്ലയോ മക്കളെ. അതുകൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്റെ പൊന്നുമോൾ അതൊന്നും കാര്യമായിട്ട് എടുക്കരുത് കേട്ടോ. അമ്മയെ പറയുന്നത് എന്തിനാ, നിങ്ങളുടെ നല്ല ഭാവിക്കല്ലയോ. ഒത്തിരി ഇഷ്ടമാണ്. ഒരു ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ കൊടുത്തേ, അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ. ആ ഉമ്മ കൊടുക്കും, മതി. എല്ലാവരും മനസ്സോട് പ്രാർത്ഥിച്ചോളും. ഓം 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 ഇനി അമ്മമാരൊക്കെ ഇരുന്നോളും. നമ്മുടെ പൂജയെല്ലാം പൂർണ്ണമായി. എല്ലാവരും അനുഗ്രഹിച്ചില്ലേ? മക്കളെ അനുഗ്രഹിച്ചോ? ശരിക്കും മക്കളെയൊക്കെ അനുഗ്രഹിച്ചോ? മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചില്ലേ? കണ്ടോ, ഇതിന്റെ പേരാണ് വാത്സല്യം. ഇതാണ് സന്തോഷ കണ്ണുനീരെന്ന് പറയുന്നത്. കണ്ടത് കണ്ടോ, കണ്ടോ? ഇതിന്റെ പേരാണ് എന്ത്? ആനന്ദ കണ്ണുനീര്. ഇതാണ് ഈശ്വരീയത എന്ന് പറയുന്നത്. നിന്റെ കുഞ്ഞിന് നല്ലത് പറഞ്ഞെന്ന് മനസ്സൊന്നും പ്രാർത്ഥിച്ചില്ല എല്ലാ അമ്മമാരും ഇല്ലേ? ഇതിൽ പല ഒരു പുണ്യം അവർക്ക് വേറെ കിട്ടാനില്ല. ഉണ്ടോ? മനസ്സിൽ നിന്നും ഉള്ളിൽ നിന്നും വന്നതാണ് പ്രാർത്ഥന, അല്ലയോ? ഇതിൽ പരം വേറെ കിട്ടാനില്ല. ആ കണ്ണുകൾ നിറയുന്നേ കണ്ടില്ലേ? ആ സ്നേഹം കണ്ടില്ലേ? ഇതുപോലുള്ള ആ സ്നേഹം, ആ വാത്സല്യം അവൻ മെനക്കരുന്നു. ഇതാണ് മക്കളെ, ഇതാണ് ഈശ്വരീയത. ഇതിന്റെ പേരാണ് ഈശ്വരൻ. ഈ വാത്സല്യത്തിന്റെ പേരാണ് ഈശ്വരൻ. വത്സലോ വത്സലോ വത്സി രത്നഗർഭോധനീശ്വരൻ. അപ്പൊ ഇത്രയും മതി. ഇനി അമ്മമാരുടെ പാദം തൊട്ട് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടുള്ളൂ. പാദം തൊട്ട് നമസ്കരിച്ചോളും.